ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇത്തവണ നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. IbisPaint-ന വേർഷൻ 10.0.2 വേറൊന്നുമില്ല. ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അതിലുപരി പേഴ്സണലായിട്ട് എനിക്ക് ഒരു ഹാപ്പിനെസ് തന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് ഇതിൽ. കാണാം, നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ ഗാലറി ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. മൈ ഗാലറി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്ലസ് ഐക്കൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ നമുക്ക് കാണാം ന്യൂ ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു വിൻഡോ. സാധാരണയായിട്ട് വഴക്കം പോലെ സ്വാഭാവികമായിട്ട് വരുന്നൊരു ഐറ്റമാണ്. നമുക്ക് കാണാം ഇമ്പോർട്ട് പിക്ചർ ഉണ്ട്, അതുകൂടാണ്ട് വിത്ത് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ വന്നിട്ടുള്ള ആദ്യത്തെ അപ്ഡേറ്റ്സ് നമ്മൾക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ലാർജർ ക്യാൻവാസ് സൈസ്, അതായത് ഇപ്പോൾ IbisPaint-ന അവകാശപ്പെടുന്നത് 600 dp വരെ നമുക്ക് IbisPaint-ന സപ്പോർട്ട് ചെയ്യും, റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ആദ്യം നമുക്കൊരു 4096 പിക്സൽസ് വരെയാണ് തന്നിരുന്നത്, ഒരു 300 dpi മാക്സിമം റെസൊല്യൂഷൻ തന്നിരുന്നത്. എന്നാൽ ഇത്തവണ നമുക്ക് 16384 വരെ നമുക്ക് പിക്സൽ സൈസ് തരുന്നുണ്ട്. അതായത് ഏകദേശം 600 വരെ DPI അല്ലെങ്കിൽ PPI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഓക്കെ ബട്ടൺ കണ്ടോ, റെഡ് ആണ് എടുക്കുന്നത്. അപ്പം എൻ്റെ ഈ ഒരു ഡിവൈസിൽ എത്രത്തോളം ക്യാൻവാസ് സൈസ് സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കിത് കുറച്ച് കൊടുത്താൽ അറിയാം. ഞാൻ ക്യാൻവാസ് സൈസ് കണ്ടോ, ഏകദേശം ഇത്രയാണ് മാക്സിമം സൈസ് എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ എടുക്കുന്നത് സൈസ്. കണ്ടോ, ഓക്കെ വൈറ്റ് കളർ വന്നു. കുറച്ച് കൂടി കഴിഞ്ഞാൽ റെഡിലേക്ക് മാറും. അപ്പോൾ നമുക്കത് റെഡിലേക്ക് മാറിക്കഴിഞ്ഞത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, യാതൊരു രീതിയിൽ മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇതാണ് എൻ്റെ മാക്സിമം സൈസ്. എനിക്ക് ഇത്ര മാക്സിമം സൈസ് എടുക്കാം. പക്ഷേ 600 dp ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, സ്ലോ ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സൈസ് എടുക്കാം. ഓക്കെ, നിങ്ങളൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ്, ഒരു ഐപാഡ് യൂസ് ചെയ്യുന്നവരാണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്ലോ ആവുന്നൊന്നും വലിയ ഇഷ്യൂ വരാറില്ല, സാധ്യതയില്ല. സാധാരണയായിട്ട് ഫോട്ടോഷോപ്പ് പോലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലാണ് വലിയ ക്യാൻവാസ് സൈസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ IbisPaint-ന അത് നമുക്ക് തന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ അടുത്ത IbisPaint-ന വിൻഡോസിൽ സപ്പോർട്ട് ആവുന്ന, അതായത് കമ്പ്യൂട്ടർ വേർഷൻ IbisPaint-ന ലോഞ്ച് ചെയ്തിരുന്നു. അത് പെയ്ഡ് വേർഷൻ ആയിരുന്നു. സോ അവർ കുറച്ചും കൂടി നല്ല അപ്ഡേറ്റ്സ് ഇനിയും കൊണ്ടുവരും. കാരണം IbisPaint-ന ഇനിയും കൊണ്ടുവരും. കാരണം ആ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് എന്തായാലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതും നമുക്ക് മൊബൈൽ ഫോണിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് മാക്സിമം സൈസ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി നോർമലായിട്ടൊരു A4 ആണ് എടുക്കുന്നത് കേട്ടോ. A4-ൽ തന്നെ കണ്ടോ 600 dpi വരെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 600 dp എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ക്യാൻവാസ് സൈസാണ്, അല്ലെങ്കിൽ റെസൊല്യൂഷൻ ആണ്. നമുക്ക് അത്ര ഒന്നും വേണ്ട. ആക്ച്വലി 72 dpi ആണ് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ ആർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഡിജിറ്റൽ ആർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്, ഒരു ഇൻട്രൊഡക്ഷൻ ബേസിക്സ് ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടുവെക്കാം. ഓക്കെ, 300 dp എന്ന് പറയുന്നത് പ്രിന്റിങ് പർപ്പസ് ആണ്. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം 300 dp എടുക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ. A4 300 dp എടുത്തു. എന്നിട്ടും അവർ പറയുന്നുണ്ട് ആപ്പ് സ്ലോ ആവാൻ സാധ്യതയുണ്ട്, ചെറിയ സ്മോളർ സൈസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു പോപ്പ് നോട്ടിഫിക്കേഷൻ. സ്വാഭാവികമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ A4 A3 എടുക്കുമ്പോൾ. ഓക്കെ, ഞാൻ എന്താ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ക്യാൻവാസ് സൈസ്. A4-ൽ 300 dp ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ ഒരു ജസ്റ്റ് ടേൺ ഓൺ ടേൺ ഓഫ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, ഒരു മെനു ഐക്കൺ ആണ് അത്. അതായത് ഒരു മെനു ബാർ അല്ലെങ്കിൽ മെനു ഐക്കൺ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ റഫറൻസ് വിൻഡോ. റഫറൻസ് വിൻഡോ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ എടുത്തിരുന്നത് ഈ ഒരു ബാക്ക് ബട്ടൺ അമർത്തി സെറ്റിങ്സിൽ പോയി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ യൂസർ ഇൻ്റർഫേസിൽ റഫറൻസ് വിൻഡോ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓൺ ചെയ്തിരുന്നത്.
ഇത്തവണ അത് മെനു ബാർ പുതിയ ബട്ടൺ കൊണ്ടുവന്നിട്ട് ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓൺ ചെയ്താൽ നമുക്കിവിടെ റെഫറൻസ് വിൻഡോ വന്നു. എന്തിനാണ് റെഫറൻസ് വിൻഡോ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഇമേജിന് ഇതിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ടോം ആൻഡ് ജെറിയുടെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു. ഓപ്ഷൻസിൽ വേണമെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യാം ആ റെഫറൻസ്. പുതിയ റെഫറൻസ് ആഡ് റെഫറൻസ് കൊടുക്കാം. പുതിയൊരു റെഫറൻസ് ഞാൻ വീണ്ടും ആ ടോമിൻ്റെ ഇമേജ് എടുക്കുകയാണ്. അത് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിക്കൊണ്ട് ഒരു ബ്രഷ് എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, നോക്കി വരയ്ക്കാം. അതൊരു ഓപ്ഷൻ. ഇനിയിപ്പോൾ അത്രക്ക് ഫ്രീ ഹാൻഡായിട്ട് കഴിവില്ലാത്തവർക്കൊക്കെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് എനിക്ക് തോന്നിയത് നോക്കാം. ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഗ്രിഡ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് സെറ്റിങ്സ് മെനു ബാർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഗ്രിഡ് സെറ്റിങ്സ് എടുക്കുക. നമുക്കിതിൽ ഗ്രിഡ് സെറ്റ് ചെയ്യാം. അതായത് ഫ്രീ ഹാൻഡ് വരയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റാത്തവർക്കൊക്കെ ഗ്രിഡ് ഇട്ടിട്ട് വരച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ഇൻ്റർവൽ എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഗ്രിഡ് വേണം, എത്ര സൈസ് വേണം, അതുപോലെ തന്നെ ഗ്രിഡ് ഇടുന്നതിൻ്റെ കളറ്, ഗ്രിഡ് കളറ്, ഒരു ഇപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ കളറ്, സെക്കൻഡ് ലൈനിൻ്റെ കളറ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇടാം. ഓക്കെ, ഗ്രിഡിൻ്റെ കളേഴ്സ്, അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ പൊസിഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റീസെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഗ്രിഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ യൂസ്ഫുൾ ആയിട്ട് വരും ഗ്രിഡിൻ്റെ ഓപ്ഷൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു റെഫറൻസ് വിൻഡോ ഓപ്പൺ ചെയ്തെടുക്കുക എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതാണ് റെഫറൻസ് വിൻഡോ. ഈ റെഫറൻസ് വിൻഡോയും ഏതെങ്കിലും ഒരു ഗ്രിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഗ്രിഡ് ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഗ്രിഡ് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഗ്രിഡ് ഇടാം. ആ സെയിം ഗ്രിഡിൻ്റെ സൈസ് നമുക്കിവിടെ ഈ ഗ്രിഡിൽ കൊണ്ടുവന്നിട്ട് ഗ്രിഡ് സെറ്റിങ്സിൽ സെയിം സൈസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഗ്രിഡ് ഇതിലെ ഗ്രിഡും അതുപോലെ തന്നെ ഇതിലെ ഗ്രിഡും ഈ ഒരു സൈസിലെ ഗ്രിഡും നോക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഡ്രോ ചെയ്തെടുക്കാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അങ്ങനെ ഡ്രോയിങ് ചെയ്ത് ഗ്രിഡ് ഇട്ട് ഡ്രോയിങ് ചെയ്ത് കുറച്ച് ബെറ്റർ ആകുമ്പോൾ പയ്യെ ഫ്രീ ഹാൻഡിലേക്ക് കടക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു ബിഗ് ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നത്തെ മങ്ക മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് യൂസ് ചെയ്യാറില്ല. പിന്നെ സ്റ്റോറി ബോർഡൊക്കെ വരയ്ക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് മങ്ക മാനുസ്ക്രിപ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ വിട്ടും ഹൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, കസ്റ്റം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നമ്മൾ സ്റ്റോറി ബോർഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു വയ്ക്കില്ലേ, അതായത് മൻഗ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ്, ജാപ്പനീസ് ആർട്ടാണ്. ഇപ്പോൾ ലേറ്റ് 19th സെഞ്ച്വറിയിലൊക്കെയാണ് ഈ ഒരു ആർട്ട് ഫോം വരുന്നത്. അതായത് അവരുടെ നോവൽസ് അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാര്യങ്ങളിലൊക്കെ നമുക്ക് അതുപോലുള്ള ആർട്ട് വർക്കുകൾ, പോർട്രേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങനത്തെ ആർട്ട് വർക്കുകൾ, നോവൽസ്, സ്റ്റോറി ബോർഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ആ ഫ്രെയിമൊക്കെ തിരിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്തിടുകയാണ്. പിന്നെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ വൺ സൂമിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സാധാരണയായിട്ട് ഇതൊരു പിക്സൽ ആപ്ലിക്കേഷനാണ് നമുക്കറിയാം. അപ്പം ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇവിടെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ സ്മൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ടേൺ ഓൺ ആയി എടുക്കുന്നത്. അതായത് ഈ ഡിസ്പ്ലേ സൂം ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കാണാം. എന്നാലും പിക്സലേറ്റ് ആവുന്നുണ്ട്, കാരണം ഇതൊരു പിക്സൽ ആപ്ലിക്കേഷനാണ്. പക്ഷേ ആ പിക്സലേറ്റ് ആവുന്നതിൻ്റെ അറ്റം കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്മൂത്തായിട്ടാണ് എടുക്കുന്നത്. നേരെ മറിച്ച് ആ ഒരു ഓപ്ഷൻ പിക്സലേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ വ്യത്യാസം കാണാം. കണ്ടോ, കറക്റ്റ് പിക്സൽസ് ആയിട്ടാണ് കാണിക്കുന്നത്, നേരത്തെ പോലെയല്ല. അതായത് നമുക്ക് ചെറിയ സൈസിലുള്ള ക്യാൻവാസ് ഒക്കെ എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള പിക്സൽ ആർട്ട് വർക്കുകൾ ചെയ്യാം. പിക്സൽ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പെയിൻറ്റിങ് അല്ല, അതൊരു സെക്ഷൻ തന്നെയുണ്ട്. ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ടൈപ്പ് ഓഫ് വർക്കുകളാണ് പിക്സൽ ആർട്ട് എന്ന് പറഞ്ഞ വർക്ക്സുകൾ. ഓക്കെ, അപ്പം അതുപോലെയുള്ള വർക്കുകൾ നമുക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. ഇതുകൂടാതെ വേറെ 2 ഓപ്ഷൻസ് കൂടിയുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു 4 ഓപ്ഷൻസ് പറഞ്ഞു അല്ലേ. ഒന്ന് ഡിസ്പ്ലേ മെൻ സൂംഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പറഞ്ഞു, ക്യാൻവാസ് സൈസ് ലാർജ് ചെയ്യുന്നത്, മങ്ക മാനുസ്ക്രിപ്റ്റ് ഓപ്ഷൻ പറഞ്ഞു, ഗ്രിഡ് ഫീച്ചർ പറഞ്ഞു. ഈ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത്
ഇംപ്രൂവ് ലെയർ തംബ്നെയിൽ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആ ഒരു ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ടോം ആൻഡ് ജെറിയുടെ ഒരു ഇമേജ് വരച്ചു വെച്ചൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ടോട്ടലി ഞാൻ ഡ്രോയിങ് ചെയ്ത് വെച്ചേക്കാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത വർക്കാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് വീണിട്ടുണ്ട്, ഡേർട്ട് പോലെ ലൈൻസ് വീണിട്ടുണ്ട്. തലവേദന തരുന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ അറിയാണ്ട് ഏതെങ്കിലും ഒരു ലെയറിൽ നമ്മളറിയാതെ ലൈൻസോ കാര്യങ്ങളൊക്കെ വീണാൽ പിന്നെ അത് നമ്മൾ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ലെയറും തപ്പിയെടുത്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെ ഇറേസ് ചെയ്യാം. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വേണ്ട. അതാണ് ഇംപ്രൂവ് ലെയർ തംബ്നെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ കാണാം, നമ്മുടെ ഓപ്ഷൻസ് ഇടുമ്പോൾ കണ്ടോ, നമ്മുടെ ഔട്ട്ലൈന് കാര്യങ്ങൾ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ, ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ ഒരു ലൈൻ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷനാണ്. ഒരുപാട് ഞാൻ പല ലെയേഴ്സ് ആയിട്ടാണല്ലോ ഇതൊക്കെ വരച്ചിരിക്കുന്നത്, പല ലെയേഴ്സ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേർട്ട് മാത്രം ഇറേസ് ചെയ്ത് കളയണം. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ താഴോട്ട് വരാം. കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ലെയർ വിൻഡോ തംബ്നെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ലെയർ വിൻഡോ തംബ്നെയിൽ അത് വോൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ലെയേഴ്സ് നോക്കുമ്പോൾ ലെയേഴ്സിൽ നമ്മളെ കണ്ടൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. പകരം കണ്ടൻസ് മാത്രം, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന കണ്ടന്റ് മാത്രം ആ തംബ്നെയിൽ സൂം ചെയ്ത് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഓൺ ആക്കാൻ പറ്റും. അതാണ് ഈ ഓൺലി കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഞാൻ അത് ഓൺ ആക്കി. ഞാൻ ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, നമ്മൾ വരച്ചിരിക്കുന്ന കണ്ടന്റ് മാത്രം ആ തംബ്നെയിലിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ആ ലൈൻ വീണത് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു ലെയറിൽ കാണിക്കുന്നുണ്ട്. അത് ഓഫ് ചെയ്തിടാം. കണ്ടോ, അത് പോയി. അല്ലെങ്കിൽ അത് ഇറേസ് ചെയ്യാം. നമുക്ക് ഇറേസർ യൂസ് ചെയ്തിട്ട് അത് മാത്രമായിട്ട് നമുക്കിങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എനിക്ക് തോന്നി. അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടോ. ഓക്കെ, വേറൊരു ഓപ്ഷൻ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ട്രാൻസ്ഫോം ഫീച്ചറാണ്. നമ്മളുടെ മെനു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലും ആ ഒരു ഫീച്ചർ, പുതിയ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് എടുത്തിട്ട് കാണിച്ചു തരാം. നമുക്ക് കാണാം, ഒരു പുതിയ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഈ ഒരു ടോം ആൻഡ് ജെറി ഇമേജ് ഞാൻ എടുത്തു. കണ്ടോ, മുമ്പ് നമുക്ക് ഇതേപോലെ ഒരു സ്ക്വയറിലല്ല നമുക്ക് ഈ ട്രാൻസ്ഫോം ഫീച്ചർ വന്നിരുന്നത് അല്ലേ. വ്യത്യാസം വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഉള്ള ഓപ്ഷൻസ് ആണ്. പക്ഷെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് കഷ്ടപ്പെട്ട് വയ്ക്കണം. ഇപ്പോൾ നമുക്കതല്ല, നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതിൽ തന്നെ സൂം ചെയ്ത് ഇതിനെങ്ങോട്ടാണ് നീക്കേണ്ടത്, ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് സൂമൊക്കെ ചെയ്ത് വെക്കാം. ആംഗിൾ വേണമെങ്കിൽ മാറ്റാം, ഇഷ്ടമുള്ള ആംഗിളിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷോ ഫ്രെയിം അറൗണ്ട് ഒബ്ജക്റ്റ്. അതായത് ഈ ഒബ്ജക്റ്റിന് ചുറ്റുള്ള ആ ഒരു ഫ്രെയിമില്ലേ, ആ ഒരു നീല കളറിൽ കാണിക്കുന്ന റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ആ ഒരു സ്ക്വയർ, അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്ര അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും യൂസ്ഫുൾ ആവും. എനിക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് സൈസ്, അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ ഓപ്ഷൻ, അതുപോലെ തന്നെ ലെയർ തംബ്നെയിൽ ഓപ്ഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ഇറേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഈ 3 ഓപ്ഷൻസ് സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ പല വീഡിയോസിൽ ഇപ്പോൾ കമൻറ്റ്സ് കുറവാണ്. ജസ്റ്റ് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവും. പിന്നെ എനിക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ വന്നിട്ട്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. കാരണം നിങ്ങളുടെ സെയിം ഡൗട്ട്സ് നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉണ്ടാവും. അപ്പോൾ അവർക്കത് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.